ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു റിച്ചീസ് യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ തമിഴിൽ കണ്ട പോലെ ഹൽദി കുങ്കും സെറമണിയിൽ ഞാൻ പോവുകയാണ്. അതായത് ഞങ്ങളുടെ കോംപ്ലക്സിലെ ഖലീഫ കോംപ്ലക്സിൽ ബൃന്ദാദിയുടെ വീട്ടിലോട്ടാണ് ഹൽദി കുങ്കും സെറമണിക്ക് പോകുന്നത്. അപ്പോൾ ഇൻവിറ്റേഷൻ തന്ന പ്രമാണിച്ചാണ് പോകുന്നത്. ഹൽദി കുങ്കുമിനെ കുറിച്ചിട്ട് എനിക്ക് അധികമൊന്നും പറയാൻ അറിയത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് കാണാനും എന്തൊക്കെയാണ് സംഭവങ്ങൾ അവിടെ നടക്കാൻ പോകുന്നതെന്നൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. സോ എനിക്ക് കാര്യമായിട്ടുള്ള സംഭവങ്ങളൊന്നും പറയാനും അറിയത്തില്ല. എന്തായാലും ഞാൻ വിക്കിപീഡിയയിൽ നോക്കിയിട്ട് അത് ഫുള്ള് കട്ട് പേസ്റ്റ് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് കയറി ഒന്ന് നോക്കിക്കോ. ഓക്കെ, സോ ആദ്യമായിട്ട് പോവാണ്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. സാരിയാണ് ഞാൻ ഉടുക്കുന്നത്, പക്ഷെ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. കുറച്ച് ടച്ച് വർക്കും കാര്യങ്ങളും ഉണ്ട്. ഇപ്പം തന്നെ ഇച്ചിരി ലേറ്റായി. ഞാൻ പ്രവീൺ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ റെഡി ആയിട്ട് നമുക്ക് അവിടെ പോയിട്ട് കാര്യങ്ങളൊക്കെ കാണാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ ഇച്ചിരി നേരം വൈകി. സോ ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം. എങ്ങനെയുണ്ട്? കളാവോ? കമൻറ്റ് ബില്ലോ. ഓക്കെ, അപ്പോൾ അവിടെ ചെന്നിട്ട് കാണാമേ ഗൈസ്. അപ്പോൾ ഇച്ചിരി നല്ല ലേറ്റായി. അപ്പോൾ വണ്ടിയിലല്ല, നടന്നു പോവാം. നമുക്ക് നടന്നു പോകുന്ന ദൂരമല്ലേ ഉള്ളൂ. അപ്പോൾ നടക്കാമെന്ന് വിചാരിച്ചപ്പോൾ എൻ്റെ ഒരു കോസ്റ്റ്യൂം എല്ലാവർക്കും കാണും ചെയ്ത് നോക്കിക്കോളൂ ഗൈസ്. ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം. ഓക്കെ, വേറൊരു നല്ലൊരു കോസ്റ്റ്യൂമിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ ഇടാവേ. ഇപ്പോൾ സമയമില്ലാത്തത് നമുക്ക് അവിടെ എത്തണം. അപ്പോൾ പ്രാണിനെയും കൂട്ടി വിളിച്ചുകൊണ്ട് ഞാൻ പോകുന്നു. സാരി ഉടുത്ത് നടക്കാൻ നല്ല പാടാണ് ഗൈസ്. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് എല്ലാവരും വന്നു പോയി കാണും. എന്നാലും നോക്കാം. ഓക്കെ ഗൈസ്. സോ ഗൈസ്, ഞാൻ ബൃന്ദാദിയുടെ വീട്ടിലെത്തി. അപ്പം ഇവിടെ കുറേ ഡെക്കറേഷൻസും റംഗോളീസും ഒക്കെ നമുക്ക് കാണാം. ഇതൊക്കെ ബൃന്ദാദി തന്നെ ചെയ്തതാണ് കേട്ടോ. എന്തൊരു ഈവൻ്റ് ഉണ്ടെങ്കിലും പുള്ളിക്കാരത്തി തന്നെയാണ് എല്ലാതും ഹാൻഡ് വർക്ക് കൊണ്ട് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഈ ഒരു പിക്ചർ എനിക്ക് ഭയങ്കരമായിട്ടും ഇഷ്ടമായ ഒരു പിക്ചറാണ്. ഇതിൽ തന്നെ ഹൽദി കുങ്കുമിൻ്റെ ആ കുങ്കുമവും പിന്നെ ആ മഞ്ഞളും കൂടിയിട്ട് ആ ഒരു അടിപൊളി പിക്ചർ. എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു പിക്ചറാണ്. സോ എന്തൊരു ഈവൻ്റ് ഉണ്ടെങ്കിലും പുള്ളിക്കാരത്തി തന്നെയാണ് എല്ലാതും ഉണ്ടാക്കിയിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു സെറമണിക്ക് വേണ്ടിയിട്ടും ചെയ്തിരിക്കുന്നത്. ഫുള്ള് ഹാൻഡ് മെയ്ഡ് വർക്കാണ്. വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും. പിന്നെ ഈ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, നോർത്ത് ഇന്ത്യൻസൊക്കെ ഇടുന്ന ടൈപ്പ് മൂക്കുത്തിയില്ലേ, അതാണ് ഈ ഒരു ഇതുണ്ടാക്കി വെച്ചിരിക്കുന്നത്. സാരിയിലാണ് ഈ ഒരു മൂക്കുത്തിയുടെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ഓൾ ടുഗെദർ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ടും ഇഷ്ടമായി കേട്ടോ. ഇതൊക്കെയാണ് ഡെക്കറേഷൻസ് വെച്ചിരിക്കുന്നത്. ഇത് വള, കമ്മൽ, മാല എല്ലാ സംഭവങ്ങളും ഉള്ള ഒരു ഇത്. പിന്നെ വോളയിൽ ആ ഹൽദി കുങ്കുമിൻ്റെ ഡ്രോയിങ്ങും പിന്നെ കുങ്കുമമാണ് താഴത്തെ ആ കാണുന്ന കുങ്കുമവും മഞ്ഞളും എല്ലാം കൂടിയിട്ടുള്ളത്. പിന്നെ അതിൻ്റെ സൈഡിലായിട്ടാണ് ഈ ഒരു ഡെക്കോറും ചെയ്തിരിക്കുന്നത്. ഓൾ ടുഗെദർ ഇറ്റ് വാസ് വെരി നൈസ്ലി ഡെക്കറേറ്റഡ്. പിന്നെ ഇത് പൂവ് വരുന്ന ലേഡീസിനൊക്കെ കൊടുക്കാനുള്ള ഫ്ലവേഴ്സും പിന്നെ കുങ്കുമം, മഞ്ഞൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓൾ ടുഗെദർ ഇറ്റ് വാസ് വെരി നൈസ്. സോ ഇതാണ് ഹൽദി കുങ്കുമിൻ്റെ ആ ഒരു ചടങ്ങ് ചെയ്യുന്നത്. എല്ലാ ലേഡീസിനെയും ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നെയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ലേറ്റായിട്ട് വന്നതുകൊണ്ട് എൻ്റെ വീഡിയോ എടുക്കാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. സോ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്, അത് ഞാൻ ലാസ്റ്റിൽ കാണിച്ചു തരാം. ഇത് ആക്ച്വലി ചെയ്യുന്നത് നമ്മുടെ ഹസ്ബൻഡ്സിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു ചടങ്ങ് ചെയ്യുന്നത്. എനിക്ക് ആദ്യമായിട്ട് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യായിരുന്നു. ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. നല്ല ഒരു പോസിറ്റീവ് വൈബായിരുന്നു കേട്ടോ ഇങ്ങനെ ചെയ്തൊക്കെ. അത് ആദ്യമായിട്ട് കണ്ടതിൻ്റെ ആയിരിക്കും എനിക്ക് ഇഷ്ടമായി. പിന്നെ പറയുവാണെങ്കിൽ ഫുഡിൻ്റെ കാര്യം, നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. എല്ലാതും നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു, പറയാതിരിക്കാൻ പറ്റത്തില്ല.
അതുപോലെ അവർ നന്നായിട്ടാണ് ഓർഗനൈസ് ചെയ്തത്. അതായത് വൃന്ദാദിയുടെ വീട്ടിലെ കിച്ചണിലാണ് അവർ ഫുഡ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. നന്നായിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു വൃന്ദാദി. അടിപൊളി ഫുഡുമായിരുന്നു. ലൈവായിട്ടായിരുന്നു പാനിപ്പൂരിയൊക്കെ എല്ലാവർക്കും ഇഷ്ടമനുസരിച്ചുള്ള കൊടുത്തത്. അതുപോലെ ഞാൻ എല്ലാ ഫുഡും നന്നായിട്ട് കഴിച്ചു കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഞാൻ കഴിച്ചു. അതിനുശേഷം പിന്നെ കുറച്ച് ഫോട്ടോസ് എടുക്കലായിരുന്നു. ഞാൻ വന്നപ്പോഴത്തേനും എല്ലാവരും വന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ള കുറച്ച് പേരൊക്കെ അവിടെ ഇവിടെ ആയിട്ട്, ഇതൊക്കെ വൃന്ദാദിയുടെ ഫ്രണ്ട്സാണ്, കോംപ്ലക്സിലെ ലേഡീസ് അല്ല, ഇത് പുറമേ ഉള്ള വൃന്ദാദിയുടെ വേറെ ഗ്രൂപ്പിലെ ഫ്രണ്ട്സൊക്കെയാണ്. സോ അവരെല്ലാം വന്ന് ഫോട്ടോസൊക്കെ എടുത്ത് ഞാൻ ഓൾ ടുഗെദർ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. അപ്പോൾ ഗൈസ് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവാണ്. ആക്ച്വലി അവിടെ ചെന്നപ്പോൾ നല്ല ലേറ്റായിരുന്നു. ഞാൻ അവിടെ ചെന്നപ്പോൾ എല്ലാവരും പോവാനായിട്ട് ഇങ്ങനെ നിൽക്കണം. അതുകൊണ്ട് ശരിക്കും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഹൽദി കുങ്കും ചെയ്യുന്നതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ ആ ഒരു ചടങ്ങ് ചെയ്യുന്നത് ആരുമില്ലായിരുന്നു വീഡിയോ എടുക്കാൻ. അതിൻ്റെ ഫോട്ടോസാണ്, അത് ഞാനിതിൽ ലാസ്റ്റിലിടാം കേട്ടോ. പിന്നെ വേറെ ലേഡീസിനെ ചടങ്ങ് ചെയ്യുന്നത് ഞാൻ എടുത്തിട്ടുണ്ട്. അതല്ലാണ്ട് എന്നെ ചെയ്യുന്ന ഒന്നും എടുത്തിട്ടില്ല ഗൈസ്. ചീറ്റിപ്പോയി, സാരില്ല. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. അടിപൊളിയായിരുന്നു. മൊത്തത്തിൽ ഫുഡും കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ വൃന്ദാദി എന്തൊരു ഇവൻ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പുള്ളിക്കാരത്തിയുടെ ഓണായിട്ടുള്ള ആർട്ട് കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. ഡെക്കോറൊക്കെ വെളിയിൽ നിന്ന് മേടിക്കുക അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. എല്ലാതും പുള്ളിക്കാരത്തി തന്നെയാണ് ഓർഗനൈസ് ചെയ്തത്. നല്ല അടിപൊളിയായിട്ട് ചെയ്തു. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അടിപൊളിയായിരുന്നു. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ലേറ്റായി എന്നുള്ളൊരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാണ്ട് എവറിത്തിങ് വാസ് വെരി നൈസ്. ഓക്കെ, സോ വൃന്ദാദി, താങ്ക് യു ഫോർ ദ ഇൻവിറ്റേഷൻ. കുറച്ച് ലേറ്റായി, സോറി. വേറെ ഒന്നുമില്ല ഗൈസ്. അപ്പോൾ ഞങ്ങൾ വീടെത്താറായി. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ്, ഷെയർ. ഓക്കെ, ടാറ്റാ, ബൈ, ഗുഡ് നൈറ്റ്, സീ യു.